ഹായ് എവരിവൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് 38 ആണ്. സോ ഇത് ഏത് ഫോം, ഇപ്പം നമുക്കറിയാം ഈ 38 എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഇത് കിടക്കുന്നതെന്ന് പറയുന്നത് എ ബി ഫോമാറ്റിലാണ് അല്ലേ? സോ എ ബി ഫോമാറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എ ബി ഫോമാറ്റ് വിച്ച് ഇസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 10101. ഏതിലൊക്കെയാണ് ഡിവിസിബിൾ ആണെന്നാണ് പറഞ്ഞത്? 3, 7, 13, 37. സോ ബൈ 13 അല്ലേ കൊടുത്തേക്കുന്നത്. സോ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന 38 വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 13. അപ്പോൾ ഈ സംഖ്യ 13 ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ റിമൈൻഡർ ആണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് എന്താണ് വെട്ടിക്കളയാം, ഇത് 13 ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വരുന്നത് 5/13 ആണ്. 5/13 എന്തായിരിക്കും? 5/13 ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും റിമൈൻഡർ കിട്ടുന്നത്? 5 ആയിരിക്കും. ഓക്കെ, സോ 13/5 നമുക്ക് എന്താണ് ഇത് ചെയ്യാൻ പറ്റില്ല. സോ പോയിൻ്റ് ഇട്ട് ചെയ്യേണ്ടി വരും അല്ലേ? സോ നമുക്ക് എന്തായിരിക്കും റിമൈൻഡർ ആയിട്ട് വരുന്നത്? 5 തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം 463 27/13 ആണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, 463 ഈ 463 ഏത് ഫോമാറ്റിലാണ്? എ ബി സി ഫോമാറ്റിലല്ലേ? സോ എ ബി സി ഫോമാറ്റിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 1001 ആൻഡ് 7, 11, 13 ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ നമ്മുടെ ചോദ്യം ഏതാണ്? ബൈ 13. സോ ഇത് നമുക്ക് മനസ്സിലായി, ഇത് കണ്ടപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് 13 ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി അല്ലേ? ബാലൻസ് വരുന്നത് 27/13. 27/13 നമുക്ക് ചെയ്യുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്? റിമൈൻഡർ എത്രയായിരിക്കും? 13 × 2 അല്ലേ 26 വരുന്നത്. റിമൈൻഡർ ഇസ് 1. സോ ഈ ചോദ്യത്തിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. ഇങ്ങനെയാണ് എന്താണെന്ന് പറയുന്നത്. ഇത്രയും വലിയ സംഖ്യ തന്നിട്ട് ലൈക്ക് എ ബി സി, ലൈക്ക് ഇവൻ ഇഫ് ഇറ്റ് ഇസ് എ ബി സി ഫോമാറ്റ്, എ ബി ഫോമാറ്റ്, ഈ ഇങ്ങനത്തെ ചോദ്യത്തിൽ നമുക്ക് ഈസിലി റിമൈൻഡർ കിട്ടുന്ന എളുപ്പവഴി ഇതാണ്. സോ നിങ്ങൾക്കിതിങ്ങനെ വെറുതെ കംപ്ലീറ്റ്ലി ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. നെക്സ്റ്റ് ചോദ്യം നമുക്ക് ഏത് ഫോമാറ്റിലാണ് കിടക്കുന്നത്? ബേസിക്കലി നോക്കുക, നമ്മളിപ്പം പറയുന്ന ഫോമാറ്റ്സ് എ ബി ഫോമാറ്റ്, എ ബി സി ഫോമാറ്റ് ആൻഡ് ഓൾസോ ഏതാണ്? എ ബി ഫോമാറ്റ്. ഇങ്ങനെ 3 ഫോമാറ്റ്സ് ആണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വിച്ച് ഇസ് ഇത് ഏതാണ്? എ ബി ഫോമാറ്റാണ് അല്ലേ? എ ബി ഫോമാറ്റിൽ കിടക്കുമ്പോൾ നമ്മൾ എന്താണ്, വിച്ച് ഇസ് എ ബി ഫോമാറ്റിൽ ഏതിലൊക്കെ ഡിവിസിബിൾ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്? എ ബി ഫോമാറ്റിൽ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 3, 7, 13, 37 ആൻഡ് 10101. 3, 7. സോ ഇതിൽ ഏത് വരുന്നുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 7 വരുന്നുണ്ട്. ഓക്കെ, 7 ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. സോ ഇത് നമുക്ക് വെട്ടിക്കളയാം. ബാലൻസ് 7/8 എന്താണ്? ബാലൻസ് എന്തായിരിക്കും? ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത് റിമൈൻഡർ ഇസ് 1. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണ്? 841 ഏത് ഫോമാറ്റാണ്? എ ബി സി ഫോമാറ്റ് അല്ലേ? യെസ്, എ ബി സി ഫോമാറ്റാണ്. സോ ഇത് വെട്ടിക്കളയാം. ലൈക്ക് നമുക്കറിയാം എ ബി സി ഫോമാറ്റ് വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 7, 11 ആൻഡ് 13 ആൻഡ് 1001. സോ 7 ഉണ്ടല്ലോ. യെസ്, ആൻഡ് 38/7 ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും റിമൈൻഡർ കിട്ടുന്നത്? റിമൈൻഡർ എന്തായിരിക്കും? 7, 5, 35, 7 4 28, 7 5 35 and the balance is remainder is 3 അല്ലേ? നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 3 ആണ്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? 7272 which is in the format of എ ബി ഫോമാറ്റ്. എ ബി ഫോമാറ്റിൽ വരുന്ന നമ്പേഴ്സ് ഏതിലൊക്കെ ഡിവിസിബിൾ ആണ്? 10101, 3, 7, 13 ആൻഡ് 37 ഡിവിസിബിൾ ആണ്. ഇവിടെ വന്നേക്കുന്ന ഏതാണ്? 3 ആണ്. സോ നമുക്കിത് വെട്ടാലോ? ബാലൻസ് എന്താണ്? 8/3 നമുക്ക് റിമൈൻഡർ ഏതായിരിക്കും കിട്ടുന്നത്? 3 3s are 9 and 3 2s are 6. ബാലൻസ് ഇസ് 2. നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 2 ആണ്. ഓക്കെ, നെക്സ്റ്റ്
നെക്സ്റ്റ് ചോദ്യം 572, 572 and 687/11. ഇത് ഏത് ഫോമാറ്റിലാണ്? എ ബി സി ഫോമാറ്റിലല്ലേ കിടക്കുന്നത്? ഓക്കെ, എ ബി സി ഫോമാറ്റിലാണ് കിടക്കുന്നത്. സോ എ ബി സി ഫോമാറ്റിൽ കിടക്കും, നമുക്കറിയാം വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 1001, 7, 11 and 13. സോ 11 വരുന്നുണ്ട് നമുക്കറിയാം, അപ്പം നമുക്കിത് വെട്ടിക്കളയാം. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ റിമൈൻഡറാണ് നോക്കേണ്ടത്. ഇതിൻ്റെ റിമൈൻഡർ എത്രയായിരിക്കും കിട്ടുന്നത്? ചെയ്ത് നോക്കാം. നമുക്ക് 11/687. നമുക്കറിയാം 11 6 66, ബാലൻസ് 27 and 11 2s are 22, balance is 5. So the remainder is, ഇതിൻ്റെ റിമൈൻഡർ എന്താണ്? 5 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ചോദ്യം എന്താണ്? 94946/37. ഇത് ഏത് ഫോമാറ്റിലാണ് കിടക്കുന്നത്? എ ബി ഫോമാറ്റാണ് കിടക്കുന്നത്. എ ബി ഫോമാറ്റാണ് കിടക്കുന്നത്. സോ എ ബി ഫോമാറ്റിൽ വരുന്ന നമ്പേഴ്സ് വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 10101, 3, 7, 13 and 37, റൈറ്റ്? യെസ്, അപ്പോൾ ഇത് 37 ഡിവിസിബിൾ ആണെന്ന് അറിയാലോ. സോ ഇത് നമുക്ക് കട്ട് ചെയ്യാം. ബാലൻസ് ഇസ് 6/37. 6/37 എന്ന് പറയുമ്പോൾ യെസ് 37/6 ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ റിമൈൻഡർ എന്തായിരിക്കും? 6 ആയിരിക്കും. ഇതിൻ്റെ റിമൈൻഡർ 6 ആയിരിക്കും, കൺഫ്യൂഷൻ ഇല്ല. നെക്സ്റ്റ് ചോദ്യം ഏത് ഫോമാറ്റിലാണ് കിടക്കുന്നത്? എ ബി സി ഫോമാറ്റാണ് അല്ലേ? എ ബി സി ഫോമാറ്റിലാണ് കിടക്കുന്നത്. സോ വിച്ച് ഇസ് എ ബി സി ഫോമാറ്റിലുള്ള സംഖ്യകൾ ഏതിലൊക്കെ ഡിവിസിബിളാണ്? 1001, 7, 11 and 13 ഡിവിസിബിളാണ് അല്ലേ? സോ 13 വരുന്നുണ്ട്. സോ നമുക്കിത് വെട്ടിക്കളയാം. ആൻഡ് 35/13 ആണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 13 3s are 39 and 13 2s are എത്രയാണ്? 26 and the remainder is 9. സോ ഇതിൻ്റെ റിമൈൻഡർ എത്രയാണ്? 9 ആണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിച്ചത്? റിമൈൻഡർ എങ്ങനെ കണ്ടെത്താം എന്നാണ് മനസ്സിലാക്കിയത്. ഇത്രയും വലിയ സംഖ്യകൾ വരുമ്പോൾ റിമൈൻഡർ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം എന്നാണ് പറഞ്ഞത്. ഇതിൽ ഏതൊക്കെ ഫോമാറ്റാണ് പറഞ്ഞത്? എ ബി ഫോമാറ്റ്, എ ബി സി ഫോമാറ്റ് ആൻഡ് ഓൾസോ എ ബി ഫോമാറ്റ്. ഓക്കെ, താങ്ക് യു.